Hello, Ansar Muhammed with you. നമ്മുടെ പബ്ലിക് സ്പീക്കിങ്ങിൻ്റെ മൂന്നാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഒരു സ്പീച്ച് പ്രിപ്പയർ ചെയ്യുന്നതും അതുമായി ബന്ധപ്പെട്ടും നമുക്കുണ്ടാകുന്ന ഈ അവതരിപ്പിക്കുന്ന സമയത്തുണ്ടാകുന്ന ഭയം എങ്ങനെ ഒഴിവാക്കാം, ഇതൊക്കെയാണ് നമ്മൾ സംസാരിക്കുന്നത്. ഒന്നാമതായി നമുക്ക് പറയാനുള്ളത്, ഏത് പ്രഭാഷണമാണെങ്കിലും നമ്മൾ എവിടെ പ്രസംഗിക്കുകയാണെങ്കിലും ആ പ്രസംഗത്തിനൊരു ലക്ഷ്യമുണ്ടായിരിക്കും. നമ്മുടെ ലക്ഷ്യമെന്ന് പറഞ്ഞാൽ നമ്മൾ ആളുകളെ എൻ്റർടൈൻ ചെയ്ത് അവർക്ക് ഇൻഫോം ചെയ്ത് അവരെ ഇൻസ്പയർ ചെയ്ത് അവരൊരു ആക്ഷൻ എടുക്കണം ആ ഒരു സ്പീച്ചിൽ നിന്ന്. ഇതാണ് ഏത് പ്രഭാഷണത്തിൻ്റെയും ലക്ഷ്യം. ഇപ്പോൾ ഞാൻ പ്രവാസികൾക്ക് വേണ്ടി എല്ലാ ഗൾഫ് രാജ്യങ്ങളിലും പ്രവാസികൾക്ക് വേണ്ടി ക്ലാസ്സുകൾ എടുക്കാറുണ്ട്. അപ്പോൾ എൻ്റെ ഒരു ലക്ഷ്യമെന്ന് പറയുന്നത്, അത് ഞാൻ വളരെ തമാശ രൂപത്തിൽ നമ്മുടെ ഈ പ്രവാസികളുമായി ബന്ധപ്പെട്ട ഓരോ കാര്യങ്ങളും അവരെ എൻ്റർടൈൻ ചെയ്തുകൊണ്ട് അവതരിപ്പിക്കാൻ പറ്റും. അപ്പം അവർക്ക് എങ്ങനെ സേവ് ചെയ്യണം, എങ്ങനെ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യണം, നമ്മുടെ ചിലവുകൾ എങ്ങനെ ചുരുക്കണം, ഈ എല്ലാ ഇൻഫർമേഷനുകളും നമ്മൾ ആ ഒരു സ്പീച്ച് നമ്മൾ അവർക്ക് കൊടുക്കും. പിന്നെ അവരെ ഇൻസ്പയർ ചെയ്യണം. അപ്പോൾ ഇൻസ്പയർ ചെയ്യാൻ വേണ്ടി എൻ്റെ ജീവിതത്തിൽ, ഞാനൊരു പ്രവാസിയാണല്ലോ, അപ്പോൾ ഞാൻ എൻ്റെ പ്രവാസ ജീവിതത്തിൽ ഞാൻ ചെയ്ത ഒരുപാട് മിസ്റ്റേക്കുകളുണ്ടാകും. ആ മിസ്റ്റേക്കുകളൊക്കെ ഒരു കഥ രൂപത്തിൽ അവരോട് അവതരിപ്പിച്ച് അവരെ ഇൻസ്പയർ ചെയ്യും. അത് കഴിഞ്ഞ് നമ്മൾ പറയും, ഇന്ന് നമ്മൾ സംസാരിച്ചത് ഇതാണ്. അപ്പോൾ ഈ ഒരു പ്രസംഗം കൊണ്ട് പ്രവാസികളോട് എനിക്ക് പറയാനുള്ളത്, നമ്മുടെ വരുമാനത്തിൻ്റെ ഒരു 20% നമ്മൾ മാറ്റി വെക്കണം. ഇതാണ് ആക്ഷൻ പോയിൻ്റ്. അപ്പോൾ എല്ലാ പ്രഭാഷണത്തിനും ഒരു ലക്ഷ്യമുണ്ടായിരിക്കും. നമ്മളവരെ എൻ്റർടൈൻ ചെയ്യണം, ഇൻഫോം ചെയ്യണം, ഇൻസ്പയർ ചെയ്യണം, അവർക്ക് ഒരു ആക്ഷൻ പോയിൻറ്റും നമ്മൾ കൊടുക്കണം. ഇങ്ങനെയല്ലാത്ത ഒരു സ്പീച്ചും ഉണ്ടാവരുത്. അപ്പോൾ നമ്മളൊരു ലക്ഷ്യം ക്ലിയർ ആയാൽ തന്നെ നമ്മുടെ പേടി കുറഞ്ഞു വരും. വേറെ ഒരു കാര്യം എന്ന് പറഞ്ഞത്, നമുക്ക് പേടി ഉണ്ടാവാനുള്ള പ്രധാനമായ കാരണം നമ്മുടെ കയ്യിൽ മരുന്നില്ലാതാക്കുമ്പോഴാണ്. നമ്മളിങ്ങനെ എന്താണ് സംസാരിക്കേണ്ടതെന്ന് അറിയാതെ അവിടെ പോയി നിന്ന് സംസാരിക്കും. അപ്പോൾ അതിങ്ങനെ ബബ്ബായി നെക്കാകും. പിന്നെ പേടി വരുമ്പോൾ പിന്നെ പേടി വരും. ആകെ വിറയലും ഒക്കെ പാടെ നമുക്ക് സാധാരണ ഉണ്ടാവുന്നതാണ്. അപ്പോൾ നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം എന്താണ് എന്ന് നമുക്കറിയാമല്ലോ. അപ്പോൾ നമ്മളൊരു പേപ്പർ എടുത്ത് അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ മനസ്സിൽ വരുന്ന എല്ലാ തോട്ടുകളും എഴുതി വെക്കുക. അതുമായി കിട്ടാവുന്ന എല്ലാ ഇൻഫർമേഷനുകളും നമ്മൾ എഴുതി വെച്ച് അതൊന്ന് ഓർഗനൈസ് ചെയ്യുക. അപ്പോൾ നമ്മുടെ കയ്യിൽ മരുന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് പേടിയില്ല. നമ്മൾ ധൈര്യത്തിൽ പോയി നമുക്ക് സംസാരിക്കാം. നമ്മുടെ കയ്യിൽ മരുന്നില്ലാതാകുമ്പോഴാണ് നമുക്ക് പേടി വരുന്നത്. അപ്പോൾ നമ്മൾ അതുമായി ബന്ധപ്പെട്ട എല്ലാ തോട്ട്സുകളും നമ്മളിങ്ങനെ എഴുതി വെക്കുക. എന്നിട്ട് അതൊന്ന് ഓർഗനൈസ് ചെയ്താൽ നമുക്ക് നല്ല ഒരു ധൈര്യം കിട്ടും. പ്രസംഗിക്കാൻ പോകുമ്പോൾ ധൈര്യം കിട്ടും. ഇതാണ് ഒരു പ്രഭാഷകന് പേടി ഒഴിവാക്കാൻ വേണ്ടി ചെയ്യേണ്ട ഒരു കാര്യം. വേറൊരു കാര്യമെന്ന് പറയുന്നത്, നമ്മൾ നല്ലവണ്ണം നമ്മൾ എല്ലാം എഴുതി വെച്ചു, അതെല്ലാം നമ്മളൊന്ന് ഓർഗനൈസ് ചെയ്ത് വളരെ കീ പോയിൻറ്റുകൾ എന്തൊക്കെയാണ് എന്ന് നമ്മളൊന്ന് എഴുതി വെച്ച് ഇതാണ് സംസാരിക്കാൻ പോകുന്നത്. ഇത്ര പോയിൻ്റ്, എൻ്റെ സ്പീച്ച് ഒരു 10 മിനിറ്റാണ്. അപ്പോൾ ഞാനതിൽ 10 മിനിറ്റല്ലേ ഉള്ളൂ, എന്നാൽ എനിക്ക് കിട്ടായി എഴുതി വെച്ചതെല്ലാം കൂടെ അങ്ങോട്ട് ഒരു ബോംബിട്ട പോലെ സംസാരിച്ചാൽ പറയുന്ന നമുക്ക് തന്നെ, അല്ല എന്താപ്പം ഞാൻ പറഞ്ഞത്, നമ്മളിങ്ങനെ ആലോചിക്കുക, എന്താപ്പം ഞാൻ പറഞ്ഞത്. 10 മിനിറ്റ് ഉണ്ട്, ഒരു മഴ പെയ്തതുപോലെ ഇടി മഴയൊക്കെ പാടെ വന്നൊരു 10 മിനിറ്റ് കൊണ്ട് അന്തരീക്ഷം ക്ലിയറായി, ഒന്നും സംഭവിച്ചില്ല. പെട്ടെന്നൊരു മഴ പെയ്ത് നിന്നു എന്ന രൂപത്തിലായിരിക്കും ആ സ്പീച്ച് വരിക. കേൾക്കുന്ന ആളുകൾക്ക് ഇയാളിപ്പോൾ എന്താ പറഞ്ഞു, ഇയാളിങ്ങോട്ട് വന്നിട്ട് 4 വെടി അങ്ങോട്ട് പൊട്ടിച്ച് മഴ പെയ്ത് ചോർന്നു, എന്തൊക്കെ ഇയാൾ പറഞ്ഞു, എത്ര കാര്യങ്ങളാണ് പറഞ്ഞത്. ആളുകൾക്ക് നമ്മൾ പറഞ്ഞ ഒരു കാര്യം മനസ്സിലായിട്ടുണ്ടാവില്ല. അപ്പോൾ ഒരു 10 മിനിറ്റ് ആണെങ്കിൽ നമുക്ക് ഒരു കാര്യം പറഞ്ഞാൽ മതി. കാരണം നമ്മുടെ ലക്ഷ്യം നമ്മുടെ പ്രഭാഷണം കേട്ടുകൊണ്ട് ആളുകൾക്ക് എന്തെങ്കിലും ജീവിതത്തിൽ ഒരു ആക്ഷൻ പോയിൻ്റ് എടുക്കണം. അവരെ നമ്മൾ ഇൻസ്പയർ ചെയ്യണം, അവരെ ഇൻഫോം ചെയ്യണം, എൻ്റർടൈൻ ചെയ്യണം. ഇതൊക്കെ ഈ ഒരു കാര്യത്തിൽ വരണമല്ലോ, ഈ ഒരു 10 മിനിറ്റിൽ വരണം. അപ്പോൾ ഒരു 10 മിനിറ്റ് സംസാരിക്കുമ്പോൾ നമുക്ക് ഒരു കാര്യം മാത്രമേ സംസാരിക്കാൻ പറ്റുള്ളൂ. അപ്പം ഒരു അരമണിക്കൂർ അപ്പോൾ 2-3 കാര്യങ്ങൾ സംസാരിക്കാം. അപ്പം നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നു. ഈ പോയിൻറ്റുകൾ എഴുതി വെക്കുന്നു, ഇത്ര കീ പോയിൻറ്റുകളാണ് നമ്മൾ സംസാരിക്കുന്നത്, എൻ്റെ സമയം എത്രയാണ് എന്നാൽ അതൊന്ന് പ്രാക്ടീസ് ചെയ്യാം. പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഒരു ഗുണം എന്താ, നിങ്ങൾ പേടി കുറയും. കാരണം നമ്മളൊരു സ്ഥലത്ത് പോയി സംസാരിച്ച് കുറേ പേടിച്ച് എന്തൊക്കെയോ സംസാരിച്ച് പ്രസംഗങ്ങൾ കഴിഞ്ഞു, നമ്മളിങ്ങനെ ആലോചിക്കും, ഒന്ന് പ്രാക്ടീസ് ചെയ്തിരുന്നെങ്കിൽ ഒന്നുകൂടെ ഉഷാറാക്കാൻ പറ്റിയിരുന്നു, ഒന്നുകൂടെ ഉഷാറായിട്ട് സംസാരിക്കാൻ പറ്റും. ഈ കാര്യൻ്റെ മനസ്സിന് ഇപ്പോഴാണ് ഓർമ്മ വന്നത്. അപ്പോൾ അത് പ്രാക്ടീസ് ചെയ്യുമ്പം നമ്മൾ ആദ്യമായിട്ടല്ല ആ സ്റ്റേജിൽ വന്ന് അത് അവതരിപ്പിക്കുന്നത്. അപ്പോൾ നമ്മൾ പ്രാക്ടീസ് ഒന്നും ചെയ്തില്ല, നേരെ പോയി ആ സ്റ്റേജിൽ പോയി സംസാരിച്ചാൽ നമ്മൾ ഒന്നാമതായാണ് ആ സ്റ്റേജിൽ ആ വിഷയം സംസാരിക്കുന്നത്.
അതേസമയം നമ്മൾ വീട്ടിൽ നിന്ന് ഈ എഴുതി വെച്ച കീ പോയിന്റുകളൊക്കെ എടുത്ത് പ്രാക്ടീസ് ഇങ്ങനെ ചെയ്ത് ഒരു 3, 4, 5, 6, 7 തവണ നമ്മൾ സംസാരിച്ചിട്ടാണ് നമ്മളൊരു സദസ്സിൻ്റെ മുമ്പിൽ പോകുന്നത് എങ്കിൽ അവിടെ നമ്മളൊരു 8ാമത്തെ വട്ടമാണ്, 8ാമത്തെ പ്രാവശ്യമാണ് ഈ വിഷയം സംസാരിക്കുന്നത്. അപ്പം നമുക്ക് നമ്മുടെ പേടി കുറഞ്ഞു വരും. കാരണം നമ്മൾ 8 തവണ സംസാരിച്ച് കോൺഫിഡൻ്റായി നിൽക്കുകയാണ്. അപ്പം ഈ പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൽ. അപ്പോൾ നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മൾ എന്തിനാണ് ഈ വളരെ കീ പോയിന്റുകൾ മാത്രമേ നമ്മൾ സംസാരിക്കുള്ളൂ. അപ്പോൾ പിന്നെ എന്തിനാണ് നമ്മൾ എല്ലാം എഴുതി വെക്കണമെന്ന്, എല്ലാ തോട്ടുകളും എഴുതി വെക്കണമെന്ന് പറയുന്നതിൻ്റെ കാര്യം, നമ്മൾ പ്രസംഗം കഴിഞ്ഞാൽ ചിലപ്പോൾ ആളുകൾ 1, 2 ചോദ്യങ്ങൾ ചോദിക്കാം. അപ്പോൾ നമ്മൾ ഈ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടാവില്ല. പക്ഷേ നമ്മൾ അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ആളുകൾ ചോദ്യം ചോദിക്കുമ്പം വളരെ കോൺഫിഡൻ്റായി നമുക്ക് ഉത്തരം പറയാൻ പറ്റും. അതിനാണ് നമ്മൾ എക്സ്റ്റെൻസീവായിട്ട് പ്രിപ്പയർ ചെയ്യണമെന്ന് പറഞ്ഞതിൻ്റെ ഒരു പ്രധാനമായ കാര്യം. അപ്പോൾ വേറൊരു പേടി ഒഴിവാക്കാനുള്ള ഒരു കാര്യമെന്ന് പറഞ്ഞാൽ, ഈ ആളുകൾ എന്താ വിചാരിക്കുക, എൻ്റെ പ്രസംഗം മോശമാവോ, ആളുകൾ എന്നെ മോശമായി ധരിക്കുമോ, എന്നെ നിലയും വരെയൊക്കെ പോവോ, എൻ്റെ അഭിമാനം ചോദ്യം ചെയ്യപ്പെടുമോ, ഇതൊക്കെയാണ് പിന്നീടുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് നമ്മൾ ചിന്തിക്കേണ്ടത്, ഈ ഓഡിയൻസ് വന്നിരിക്കുന്നത്, നമ്മളെ പ്രസംഗം കേൾക്കാൻ വേണ്ടി വന്ന ആളുകൾ നമ്മെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി വന്നവരാണ്. നമ്മിൽ നിന്ന് എന്തെങ്കിലും ഒരു കാര്യം പഠിച്ച് അവരെ ജീവിതത്തിൻ്റെ ഭാഗമാക്കണമെന്ന് ആഗ്രഹിച്ച് വന്ന ആളുകളാണ്. നമ്മളവരെ ശത്രുക്കളായി കാണേണ്ടതില്ല. അവർ നമ്മളെ സപ്പോർട്ട് ചെയ്യാണ്, അവർ നമ്മളെ അനുമോദിക്കാൻ വന്നതാണ്. നമ്മൾ പ്രസംഗിച്ച് കഴിഞ്ഞ് കൈയടിച്ച് നമ്മെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി വന്നവരാണ്. നമ്മുടെ വളർച്ചയെ സ്വപ്നം കാണുന്ന, നമ്മൾ നല്ലവണ്ണം സംസാരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വിഭാഗമാണ് അവർ. അവർ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി വരികയാണ്. അപ്പോൾ അവർ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി വരുന്നവരാണ് എന്നൊരു ചിന്ത നമുക്കുണ്ടെങ്കിൽ നമ്മളെ ടെൻഷൻ കുറയും, നമ്മളെ പേടി പോവും. വേറൊരു പ്രധാനമായ കാര്യമെന്ന് പറയുന്നത്, നമ്മൾ പ്രസംഗിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ചിലപ്പോൾ ഇപ്പം എനിക്ക് ഓർമ്മയുണ്ട്, ഉച്ചയ്ക്ക് ശേഷമൊക്കെ നമ്മൾ ഏതെങ്കിലും പരിപാടിക്കൊക്കെ, വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ശേഷം ഏതെങ്കിലും പ്രോഗ്രാമിന് പോയി സംസാരിക്കുമ്പോൾ ഇവർ ചിലപ്പോൾ നല്ല ബിരിയാണിയൊക്കെ അടിച്ചിട്ടിരിക്കുകയായിരിക്കും. അപ്പം മുമ്പൊന്ന് ഇങ്ങനെ ഉറങ്ങാൻ തുടങ്ങും. നമുക്കറിയാലോ, ഉറക്കം വന്നു കഴിഞ്ഞാൽ പിന്നെ അത് പിടിച്ചാൽ കിട്ടില്ല. നമ്മൾ ഇങ്ങനെ വരുമ്പോൾ നമ്മൾ കണ്ണൊക്കെ ഒന്ന് ഇങ്ങനെ ആക്കി നമ്മൾ, കാരണം എന്താ, ഉറക്കം വരില്ല എന്ന് ബോധ്യപ്പെടുത്താണ്. എന്നാലും നമ്മൾ പിന്നെ ഇങ്ങനെ ഉറങ്ങും. അപ്പോൾ അങ്ങനെ ഉറങ്ങുന്ന ആളുകളുണ്ടാവും, അവരെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഒരാളിങ്ങനെ നമ്മൾ സംസാരിക്കുമ്പോൾ മുന്നിൽ നിന്ന് ഇങ്ങനെ കിടന്നുറങ്ങുകയാണെന്ന് വിചാരിച്ചു പോയി. അപ്പോൾ നമ്മൾ ചിന്തിക്കുകയാണ്, എൻ്റെ പ്രസംഗം മോശമായതുകൊണ്ടാണ് ഇയാൾ ഉറങ്ങുന്നത്, അല്ലെങ്കിൽ ഇയാൾ ഉറങ്ങൂലല്ലോ എന്ന് നമ്മൾ ചിന്തിച്ചാൽ നമ്മളെ കോൺഫിഡൻസ് പോവും, നമുക്ക് പേടി വരും. എൻ്റെ പ്രസംഗം മോശമായതുകൊണ്ടാണ്. ചില ആളുകൾ ആര് പ്രസംഗിച്ചാലും അവർ മൊബൈലിൽ കളിച്ചുകൊണ്ടേയിരിക്കും. അത് അവർ പഠിച്ച ഒരു ശീലമാണ്, അത് നമുക്ക് മാറ്റാൻ പറ്റില്ല. അപ്പോൾ ഞാനിങ്ങനെ സംസാരിക്കുമ്പോൾ അവിടെ സൈഡിൽ ഒരാളിങ്ങനെ മൊബൈലിൽ കളിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എൻ്റെ പ്രസംഗം മോശമായതുകൊണ്ടെന്നാണോ? അല്ല. അപ്പോൾ നമ്മൾ ഈ ഓഡിയൻസ് അവർ നമ്മളെ പ്രസംഗത്തെക്കുറിച്ച് ചിന്തിക്കും എന്ന് നമ്മൾ ചിന്തിച്ച് തലമുണ്ടാക്കേണ്ടതില്ല. നമ്മളെ പ്രസംഗം മോശമായതുകൊണ്ടാണ് അവരിങ്ങനെ ചെയ്യുന്നത് എന്നിങ്ങനെ ആലോചിച്ച് നമ്മുടെ കോൺഫിഡൻസ് നമ്മൾ ഒഴിവാക്കേണ്ടില്ല. ഇപ്പം ഞാൻ അവസാനിപ്പിക്കുമ്പോൾ ഞാൻ പറഞ്ഞത്, ഒന്ന്, നമ്മുടെ പ്രസംഗത്തിന് ഒരു ലക്ഷ്യം വേണം. ആ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ അവരെ എൻ്റർടൈൻ ചെയ്ത്, ഇൻഫോം ചെയ്ത്, ഇൻസ്പയർ ചെയ്ത് നമ്മളെ പ്രസംഗത്തിൻ്റെ ഭാഗമായി അവർ എന്തെങ്കിലും ഒരു ആക്ഷൻ പോയിൻ്റ് അവരുടെ ജീവിതത്തിൽ കൊണ്ടുവരണം. എല്ലാ പ്രസംഗത്തിനും ഒരു ലക്ഷ്യമുണ്ടായിരിക്കും. പിന്നീട് നമ്മൾ പറഞ്ഞത്, അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും എഴുതി വെക്കുക, അതുമായി ബന്ധപ്പെട്ട് കിട്ടാവുന്ന എല്ലാം വായിച്ച് എഴുതി ഒരു പ്രിപ്പയർ ചെയ്ത് നോട്ട് ഉണ്ടാക്കുക. മൂന്നാമത്തേത്, അതിൽ നിന്ന് നമ്മുടെ സമയം എത്ര മിനിറ്റാണോ നമ്മൾ സംസാരിക്കുന്നത് അതനുസരിച്ച് വളരെ പ്രധാനമായ 1, 2, 3 കീ പോയിൻ്റുകൾ എഴുതി പ്രിപ്പയർ ചെയ്ത് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് അതിനു വേണ്ടി തയ്യാറാവുക. വേറെ ഒന്ന് ഞാൻ പറഞ്ഞത്, ഈ ഓഡിയൻസൊക്കെ വരുന്നത് നമ്മളെ ഇഷ്ടപ്പെട്ടുകൊണ്ടാണ്, നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയാണ്, നമ്മിൽ നിന്ന് എന്തെങ്കിലും പഠിക്കാൻ വേണ്ടിയാണ്, നമ്മളെ അനുമോദിക്കാൻ വേണ്ടിയാണ്, നമ്മളെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയാണ് എന്ന ഒരു ചിന്ത നമുക്കുണ്ടാവുക. പിന്നീട് ഞാൻ പറഞ്ഞത്, നമ്മൾ ഇപ്പോൾ ഒരാൾ മൊബൈലിൽ കളിക്കുന്നുണ്ടാകും, അല്ലെങ്കിൽ അവർ അശ്രദ്ധമായിരിക്കുന്ന ആളുകളുണ്ടാകും, അവർക്ക് അതിൻ്റേതായ കാരണം ഉണ്ടാകും. ചിലപ്പോൾ തീരെ 2 ദിവസം ഉറങ്ങാത്ത ഒരാളായിരിക്കും വന്ന് ഉറങ്ങുന്നത്. ചില ആളുകൾക്ക് മൊബൈലിൽ കളിച്ചുകൊണ്ടേ ഇരിക്കുന്നത് അവരുടെ സ്വഭാവമാണ്. അപ്പോൾ ആ നിലയ്ക്ക് നമ്മളെ പ്രസംഗം മോശമായതുകൊണ്ടാണ് അവർ ചെയ്യുന്നത് എന്ന് ചിന്തിച്ച് തലമുണ്ടാക്കി നമ്മുടെ കോൺഫിഡൻസ് നമ്മൾ കളയേണ്ടതില്ല. അപ്പോൾ ഇത്രയും കാര്യമാണ് നമ്മൾ പറഞ്ഞത്. ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നമ്മുടെ അടുത്ത പബ്ലിക് സ്പീക്കിങ്ങിൻ്റെ വീഡിയോ നിങ്ങളിലേക്ക് എത്തും. വീണ്ടും കാണാം. താങ്ക് യു വെരി മച്ച്.